914.24 കോടി കൊടുക്കേണ്ടതിൽ 815.73 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിക്കഴിഞ്ഞു. ഈ പണം മുഴുവൻ ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് അല്ല, NHMന്റെ കീഴിൽ വരുന്ന വിവിധ പദ്ധതികൾക്ക് വേണ്ടിയുള്ളതാണ്. അതിൽ ഒന്ന് മാത്രമാണ് ഇൻസെന്റീവ്. അതായത് കേന്ദ്ര സർക്കാർ നൽകേണ്ട ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള പണം 915-ൽ ഇനി അഥവാ വാദത്തിന് വേണ്ടി 97 കോടി കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് വെച്ചാലും ബാക്കിയുള്ള 814-ൽ നിന്ന് ഇൻസെന്റീവ് കൊടുക്കാനുള്ള പണം എടുക്കാം. ബാക്കിയുണ്ടായിരുന്ന 97 കോടി രൂപ ഫെബ്രുവരി 12-ാം തീയതിക്കകം ബാക്കിയുള്ള അഡീഷണൽ തുക അടക്കം കൊടുത്തു തീർത്തു. ഇപ്പോ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് പുതുതായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളം 2023-24 ഫണ്ട് വിനിയോഗം ഒരു കൊല്ലം മുമ്പത്തെ കാര്യമാണ്. 23-24 ഫണ്ട് വിനിയോഗം, ആ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുള്ള ഒരു കത്ത്, ആ കത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറയുന്നതാണ്. എന്റെ ബഹുമാന്യരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണോ മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. വീണ ജോർജിന്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന കത്തും വാർത്തയും അതേപടി ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പോ നമ്മുടെ ബാലഗോപാൽ മന്ത്രിയും അതേ കത്തെടുത്ത് പൊക്കിക്കാണിക്കുന്നത് ഞാൻ കണ്ടു. 2023-24 ഫണ്ട് കേരളത്തിന് ലാപ്സായത് അല്ലെങ്കിൽ നഷ്ടമായത് കേന്ദ്ര പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് എന്ന് ആ കത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.